ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ ദൈവികമായ സ്നേഹം ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഇന്ന് നമ്മൾ വായിക്കുന്ന അപ്പോസ്തലനായ പൗലോസ്ലീഹ തീമോഥെയോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായമാണ്. രണ്ടാം അധ്യായത്തിൽ പൗലോസ്ലീഹ തീമോഥെയോസിനോട് ആവശ്യപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ പടയാളിയായി നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യവും അതിനുള്ളതായ ചില നിർദ്ദേശങ്ങളുമാണ്. ഒന്നാമത് അദ്ദേഹം പറയുന്നു, നീ ദൈവകൃപയിൽ ശക്തി പ്രാപിക്കണം. രണ്ടാമത് പറയുന്നു, അല്ലെങ്കിൽ പൗലോസ്ലീഹയിൽ നിന്ന് പഠിച്ച അപ്പസ്തോലിക വിശ്വാസം തുടർന്ന് നീ പഠിപ്പിക്കുന്നത് പോലെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വാസികളെ നീ കണ്ടെത്തി അവരെ നീ ഫലമേൽപ്പിക്കണം. കാരണം നീ ഒരു അപ്പസ്തോലിക സ്ഥാനത്തുള്ളവനാണ്. നിന്നെപ്പോലെ തന്നെ ദൈവവചനം പഠിപ്പിക്കുവാനുള്ള ആളെ നീ കണ്ടെത്തി അവരെ നീ ഫലമേൽപ്പിക്കണം. കാരണം പഠിപ്പിക്കുവാനുള്ള അധികാരം സ്ത്രീഹർക്കാണ് ഉണ്ടായിരുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ പുനരുദ്ധാന ശേഷം സ്ത്രീഹന്മാരോട് പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ ഉപദേശിച്ചത് പഠിപ്പിച്ചതും സകലരെ എൻ്റെ ശിഷ്യരാക്കി കൊള്ളണം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് സ്ത്രീഹന്മാരോട് പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആ സ്ത്രീഹന്മാരാലാണ് അപ്പോസ്തലപ്രവൃത്തി വരുമ്പോഴത്തേക്കും അടുത്ത തലമുറകളിൽ നിന്ന് മേശിൽ ശുശ്രൂഷിക്കുവാൻ ആളുകളെ കണ്ടെത്തി അവരുടെ മേൽ കൈവച്ച് അവരെ ഫലമേൽപ്പിക്കുകയാണ്. അപ്രകാരം അദ്ദേഹം തീമോഥെയോസിന് പറയുന്നു, നീ അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവരെ അത് ഫലമേൽപ്പിക്കേണ്ടതാണ്. മാത്രമല്ല അങ്ങനെയുള്ള ആളുകളെ നീ പരിശോധിച്ചറിഞ്ഞ് അവർ കഴിവുള്ളവർ എന്ന് കാണുന്നവരെയാണ് അത് ഫലമേൽപ്പിക്കേണ്ടത്. മൂന്നാമത് പറഞ്ഞു, കഷ്ടപ്പാടുകൾ യേശുവിൻ്റെ ഫലൻ എന്ന നിലയിൽ സഹിക്കുക മാത്രമല്ല, നീ ക്ഷമയോടെ പോരാട്ടം നടത്തുകയും ചെയ്യണം. ഒരു വിശ്വാസികളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അതുണ്ടാകുമ്പോൾ പിന്മാറുകയല്ല, അത് സഹിച്ച് ക്ഷമയോടെ അതിനോട് നമ്മൾ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഉദാഹരണമായി 3 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ഒന്ന്, യുദ്ധം ചെയ്യുന്നതായ ഭടൻ. യുദ്ധം ചെയ്യുന്ന ഭടൻ ആർക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നുവോ? ഒന്ന്, രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത. ഒരു ദാസനാണെങ്കിൽ യജമാനനോടുള്ള പ്രതിബദ്ധത. അവൻ്റെ ലക്ഷ്യം മുഴുവൻ, നോട്ടം മുഴുവൻ അവിടെ നിന്ന് എന്ത് കൽപ്പന വരുന്നുവെന്ന് മാത്രമാണ്. രണ്ടാമത് പറഞ്ഞ മത്സരത്തിൽ ഓടുന്നവൻ, ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നവൻ ലക്ഷ്യം മുഴുവൻ ലക്ഷ്യസ്ഥാനമാണ്. അവിടെ എത്രയും വേഗം എത്തുക എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിലോ അതിൻ്റെ പരിസരങ്ങളിലോ എന്ത് നടന്നാലും അവനത് ശ്രദ്ധിക്കുന്നില്ല. അവന് ലക്ഷ്യബോധ്യമുണ്ട്, ലക്ഷ്യത്തിലേക്ക് അവൻ ഓടും. മൂന്നാമത് പറഞ്ഞ ഒരു കർഷകൻ, അത് കൃഷി ചെയ്യുന്നത് ഫലം ലഭിക്കുമെന്ന വലിയ വിശ്വാസത്തോടു കൂടിയാണ് അവൻ അധ്വാനിക്കുന്നത്. അതിൻ്റെ ആദ്യ ഫലം അവനാണ് അത് അനുഭവിക്കാനുള്ള യോഗ്യതയുള്ളത്. ഈ തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിക്കുവാനാണ് ഇവിടെ തീമോഥെയോസിനോട് പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നത്. തീമോഥെയോസിനുള്ള നിർദ്ദേശം നമ്മൾ ഏവരോടുമുള്ള ഒരു നിർദ്ദേശമായി നമ്മൾ കാണേണ്ടതാണ്. 8-9 വാക്യങ്ങളിൽ തൻ്റെ മാതാവ് വഴിയും വളർത്തുപിതാവ് വഴി, അല്ലെങ്കിൽ വളർത്തുപിതാവായ യോസേപ്പ് വഴിയും ഈ ലോകത്തിൽ താൻ ദാവീദ് വംശജനാണ്, അല്ലെങ്കിൽ പഴയ നിയമം മുതൽ ജനങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന മശിഹായാണ്, താൻ മരണശേഷം ഉയർത്തെഴുന്നേറ്റതിനാൽ താൻ പുത്രനാം ദൈവമാണ്. ഈ 2 യാഥാർത്ഥ്യങ്ങൾ ഞാൻ പ്രസംഗിച്ചതിൻ്റെ ഉദ്ഘോഷത്തിൻ്റെ പേരിലാണ് സംഖ്യാതീതമായ പീഡകൾ ഞാൻ സഹിക്കേണ്ടി വന്നത്. അതാണ് വാസ്തവത്തിൽ സുവിശേഷം. യേശുക്രിസ്തു ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് മനുഷ്യനായി ജനിച്ചു, ഒരു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഇതാണല്ലോ സുവിശേഷം എന്ന് പറയുന്നതും അതിൻ്റെ പേരിലാണ് ഞാൻ പീഡകൾ സഹിക്കേണ്ടി വന്നതെന്ന് തീമോഥെയോസിനെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് അതിൻ്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞു, എന്നാൽ എനിക്ക് മാത്രമേ വിലങ്ങുള്ളൂ. ഞാൻ പറയുന്ന ദൈവവചനത്തിന് ആർക്കും വിലങ്ങ് വെക്കുവാൻ സാധ്യമല്ല. കാരണം ഒന്ന്, മനസാക്ഷിക്ക് അഥവാ ഉത്തമ ബോധ്യത്തിന്, സത്യത്തിന് വിലങ്ങി വയ്ക്കുവാൻ ലോകത്താർക്കും സാധിക്കുകയില്ല. കുറേ നാളത്തേക്ക് മൂടി വെക്കാൻ പറ്റുമെന്നുള്ളതല്ലാതെ
അതിന് വിലങ്ങ് വെക്കാൻ ഒക്കത്തില്ല. 2, സത്യത്തിന് എതിരായ വിധികളോ പരിതസ്ഥിതികളോ നിമിത്തം നമുക്ക് കാലുമാറാവുന്നതല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം, അതിൽ നിന്ന് നമുക്ക് വ്യതിചലിക്കാനാവില്ല. 3, ആദിമസഭയിലെ വിശുദ്ധന്മാർ, ഉദാഹരണമായി വിശുദ്ധ ഇഗ്നാത്യോസ് നൂറോനോ, നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കൈകൾ വിലങ്ങ് വന്നപ്പോൾ വിലങ്ങിനെ ചുംബനം ചെയ്തുകൊണ്ട് കർത്താവിനെ അദ്ദേഹം സ്തുതിച്ചു. കാരണം കർത്താവിന് വേണ്ടി ആ വിലങ്ങ് സഹിക്കുവാൻ ഇടയായതിൽ അദ്ദേഹം സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ പീഡ സഹിക്കുന്നതിൻ്റെ ഉദ്ദേശങ്ങളാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, 1, എന്തിന് താൻ പീഡ സഹിക്കുന്നു? അനേകർ ക്രിസ്തുവിലുള്ള ജീവൻ നിത്യമഹത്വത്തോടെ കണ്ടെത്തുവാൻ. 2, നാം അവിശ്വസ്തരാണെങ്കിലും ദൈവം വിശ്വസ്തനായിട്ടെന്നും നിലകൊള്ളും. അത് ആ 13-ാം വാക്യം എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. ദൈവം എന്നും വിശ്വസ്തനാണ്, മനുഷ്യൻ മാത്രമേ അവിശ്വസ്തനാകാൻ സാധിക്കുകയുള്ളൂ. പല മനസ്സിലാക്കാം, സൂര്യൻ എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. ഭൂമിയാണ് അതിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നത്. അങ്ങനെ ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് ഭൂമി അന്ധകാരത്തിലേക്ക് പോകേണ്ട സാഹചര്യം വരുന്നത്. എന്നാൽ സൂര്യൻ ഒരിക്കലും അന്ധകാരത്തിലേക്ക് പോവില്ല, അത് അവിടെ തന്നെ നിൽക്കുകയാണ്. അതുപോലെ ദൈവത്തിനൊരിക്കലും മാറ്റമില്ല. മനുഷ്യനാണ് അവൻ്റെ ഇങ്ങനെ ഉരുളുന്നത് കൊണ്ട് അല്ലെങ്കിൽ കറങ്ങുന്നത് കൊണ്ട് അന്ധകാരത്തിൽ പോകാൻ സാധ്യതയുള്ളത്. അത് കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 14-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, ഒരു കർത്തൃദാസൻ അഥവാ ഒരു വൈദികൻ അഥവാ ഒരു സുവിശേഷകൻ, ദൈവനാമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവൻ, അവൻ ജനത്തെ ഉദ്ബോധിപ്പിക്കുന്നവനാകണം. അപ്പോസ്തോലിക കാലം മുതൽ ഇന്ന് വരെ നമ്മുടെ സഭയിൽ ധാരാളം പിരിച്ചുകളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ആ പൂർവിക സഭയിലെല്ലാം ഒരുപോലെ സുഹൃതങ്ങളായ വിശ്വാസ ആചാരങ്ങളും കൂദാശ അനുഷ്ഠാനങ്ങൾക്കും വിപരീതമായി യാതൊരു പ്രയോജനവുമില്ലാത്ത വിശ്വാസ പ്രചരണങ്ങൾ ജനം പലപ്പോഴും വീണുപോയിട്ടുണ്ട്. പക്ഷേ സഭ അതിൻ്റെ ഉപദേശത്തിൽ അന്നും ഇന്നും ഒരുപോലെ നിലനിൽക്കുകയാണ്. 15-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, സത്യവിശ്വാസം പ്രഘോഷിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും അലസത പാടില്ല എന്നാണ്. ഒരിക്കലും അലസത പാടില്ല. അതുപോലെ തന്നെ വ്യർത്ഥ ഭാഷണങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിരിക്കണം. അവ സാംക്രമിക രോഗം പോലെ മനുഷ്യനെ ബാധിക്കുന്നതാണ്. അപ്പം അതിൻ്റെ 14-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്ന ഇതാണ്, നാം വാക്കുകളെ ചൊല്ലി തർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. വിശ്വാസപരമായ കാര്യങ്ങളോ അല്ല എന്തുമായിക്കൊള്ളട്ടെ, മറ്റുള്ളവരുമായി തർക്കിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ മനസ്സിലാക്കിയത് ഉൾക്കൊണ്ടത് ആ സത്യത്തിൽ അചഞ്ചലമായി നിലനിൽക്കുക എന്നുള്ളതാണ് ആവശ്യം. അതാണ് ഒരു സുവിശേഷകനും ആവശ്യമായിട്ടുള്ളത്. പിന്നെ വേറെ 2 പേരെ കുറിച്ച് പറയുന്നു, അവരുടെ ഇതിൽ നിങ്ങൾ വീണു പോകരുത്. അവരുടെ പേരുകൾ പറയുന്നുണ്ട്, ഹ്യൂമനയോസും പിലേത്തോസും. അന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അക്കാലത്ത് ശക്തമായി നിലനിന്ന ഒരു വാദമായിരുന്നു നോസ്റ്റിസിസം. ഒരു ഗ്രീക്ക് ഫിലോസഫിയാണ്, അഥവാ ജ്ഞാനവാദമെന്ന് പറയും. അതിന് ധാരാളം ആളുകൾ അന്ന് അടിമപ്പെട്ടു പോയി. ആ ജ്ഞാനവാദത്തിൻ്റെ പഠിപ്പിക്കൽ അന്ന് പഠിപ്പിച്ചു, മനുഷ്യൻ്റെ 2ാമത്തെ ആ ഉത്ഥാനം സംഭവിച്ചു കഴിഞ്ഞു, ഇനിയൊരു ഉത്ഥാനമില്ല. അപ്പോൾ ഇനി ശരിയായ ജ്ഞാനത്തിലൂടെ മാത്രമേ മനുഷ്യന് ആത്മീയമായ ഉത്ഥാനം ഇത് കൈവരത്തുള്ളൂ. അത് അറിവിലൂടെ മാത്രമാണ്. അവിടെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. അങ്ങനെ അവർ ആ ഉത്ഥാനം, ആ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ ഉത്ഥാനം പ്രാപിച്ചവരാണെന്നും, അപ്പോൾ ആ ജ്ഞാനത്തിലൂടെ മാത്രമാണ് ദൈവത്തെ അറിയാൻ സാധിക്കുന്നതെന്നും അന്ന് അവർ അനേക വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയും അനേകർ സത്യവിശ്വാസത്തിന് വ്യതിചലിക്കുകയും ചെയ്ത ആ സാഹചര്യത്തിലാണ് ഈ പറയുന്ന ഹ്യൂമനയോസും പിലേത്തോസിനോടും നിങ്ങൾ അകന്നിരിക്കാൻ ആവശ്യപ്പെടുന്നത്. ഇത് നമ്മുടെ പട്ടംകൊടിയിലും ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ തള്ളിപ്പറഞ്ഞതിന് ശേഷമാണ് ഒരു പുരോഹിതൻ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അമാലേഖ്യമൊക്കെ വായിക്കുമ്പോൾ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. പിന്നീട് പറയുന്നു, ദൈവം സ്ഥാപിച്ച അടിസ്ഥാനത്തിന് ഒരിക്കലും
മാറ്റം സംഭവിക്കുകയില്ല. അതെന്നേക്കും അവിടെ നിലനിൽക്കും. പാതാളവാതിലുകൾക്കോ അതിൻ്റെ ശക്തികൾക്കോ അന്ധകാര ശക്തികൾക്കോ അതിനെ ഒരിക്കലും കീഴടക്കാൻ സാധിക്കുകയില്ല. ഇതാണ് സഭ സ്ഥാപിച്ചപ്പോൾ കർത്താവ് പത്രോസ്ലീഹായോട് പറഞ്ഞത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹ എന്ന് പറഞ്ഞപ്പോൾ പറയുന്നു, സഭ ഞാൻ സ്ഥാപിക്കുന്നു, പാതാള ഗോപുരങ്ങൾക്ക് അന്ധകാര ശക്തികൾക്ക് അതിനെ ഒരിക്കലും കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് പത്രോസിനോട് കർത്താവ് പറഞ്ഞ് നമ്മൾ ഓർക്കേണ്ടതാണ്. 20-21 വാക്യങ്ങൾ അദ്ദേഹം പറയുന്നു. ഒരു ഭവനത്തിൽ സ്വർണം കൊണ്ടുള്ളതും വെള്ളി കൊണ്ടുള്ളതും ആയ പാത്രങ്ങളും മരം, മണ്ണ് ഇവ കൊണ്ട് ഇത് തീർത്തതുമുണ്ടായിരിക്കും. അവയിൽ ചിലത് മാന്യകാര്യങ്ങൾക്കും ചിലത് മാന്യത ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കേക്കാം. പക്ഷെ എന്നാൽ ആയതുപോലെ നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ മാന്യതയുള്ള ആ പാത്രങ്ങൾ പോലെ തന്നെ എന്നും നിനക്ക് ലോകത്ത് നിലനിൽക്കാൻ സാധിക്കുമെന്ന് തീമോത്തിയോസിനോട് പൗലോസ്ലീഹ ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് കള്ള ഉപദേഷ്ടാക്കൾക്കോ അതിൻ്റെ ഉപദേശങ്ങൾക്കോ വിധേയമാവാതെ നീ മാറി നിൽക്കുമ്പോൾ നീ ദൈവസന്നിധിയിൽ സ്വർണ്ണ പാത്രങ്ങളെ പോലെ മാന്യതയുള്ളവനായിട്ട് നീ മാറുമെന്നുള്ള വലിയ ഒരു നിർദ്ദേശം തീമോത്തിയോസിന് പൗലോസ്ലീഹ ഇവിടെ ഇത് നൽകുന്നു. 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ തീമോത്തിയോസിനുള്ള വ്യക്തിപരമായ ചില നിർദ്ദേശങ്ങളാണ്. അതിലോ അദ്ദേഹം പറയുന്നു, ഒന്നാമത് പറയുന്നു, യൗവന മോഹങ്ങളിൽ നിന്ന് നീ വിട്ടുമാറണം. കൊള്ളാത്ത ആളുകളിൽ നിന്നൊക്കെ നീ വിട്ടുമാറിയിട്ട്, കാരണം നമുക്കറിയാം അന്ന് ഈ തീമോത്തിയോസ് വളരെ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവാണ്. അദ്ദേഹത്തെയാണ് പൗലോസ്ലീഹ സ്നാനം കഴിപ്പിച്ച് തൻ്റെ സഹപ്രവർത്തകനായി കൊണ്ടു നടന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം കൂടി കണക്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, യൗവന മോഹങ്ങളിൽ നിന്ന് നീ വിട്ടുമാറണം. കാരണം പാപം ചെയ്യാൻ ഏറ്റവും കൂടുതൽ പൈശാചിക പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും നേരിടേണ്ട പ്രായമാണ് യൗവനകാലം. അതുകൊണ്ടാണ് സോളമൻ പറഞ്ഞത്, യൗവനത്തെ സൃഷ്ടാവിനെ അറിയുക എന്ന് പറഞ്ഞത്. യൗവനം അതിജീവിക്കാൻ സാധിച്ചാൽ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും. പിന്നെ നിർമ്മല ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവർക്ക് നീ ഒരു സഹായിയായിരിക്കണം എപ്പോഴും. പിന്നെ പറഞ്ഞു, നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം ഇതൊക്കെ ജീവിതത്തിൽ മുദ്രാവാക്യമാക്കി വെക്കണം. അതിൽ നിന്നൊരിക്കലും വ്യതിചലിക്കാൻ പാടില്ല. അതുപോലെ 4-മത് പറഞ്ഞു, ശണ്ടകളുണ്ടാക്കുന്ന അല്ലെങ്കിൽ കലഹങ്ങളുണ്ടാക്കുന്ന മൂഢതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. വാക്കുകളെ പ്രതിയുള്ള തർക്കങ്ങൾ, ആശയങ്ങളെ പ്രതിയുള്ള തർക്കങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ പറയുന്നത് കർത്താവ് പറഞ്ഞാൽ ഉവെന്ന് പറഞ്ഞാൽ ഉവ്വ്, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, അതിനപ്പുറം ദുഷ്ടനിൽ നിന്ന് വരുന്നു. അപ്പം അതുകൊണ്ട് തർക്കം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് വെറും ഒരു കലഹത്തിന് മാത്രമേ അത് പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പോൾ ഒരു കർത്താവിൻ്റെ ഒരു പ്രവർത്തകന് ആവശ്യമായിരിക്കുന്നത് സൗമ്യമായ പെരുമാറ്റമാണ്. അവന് സമർത്ഥമായ ആളുകളെ പഠിപ്പിക്കാൻ സാധിക്കണം, ക്ഷമാശീലമുള്ളവനായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ തെറ്റിപ്പോയവരെയും നമുക്ക് മടക്കിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം കാരണം അങ്ങനെ നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തെറ്റിപ്പോയവനും നമ്മളോട് പറഞ്ഞതിനോ പ്രവർത്തിച്ചതിനോ അനുതാപമുണ്ടാവുകയും അവൻ സത്യം മനസ്സിലാക്കി പിശാചിൻ്റെ കളിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധ്യതയുണ്ടാവുകയും ചെയ്യും എന്ന വലിയ നിർദ്ദേശമാണ് പൗലോസ്ലീഹ ഇവിടെ തീമോത്തിയോസിന് നൽകുന്നത്. തീമോത്തിയോസിന് നൽകുന്ന ആ നിർദ്ദേശം നമുക്ക് ഓരോരുത്തർക്കും ബാധകമായതുകൊണ്ടാണ് സഭ ഇത് വിശുദ്ധ ബൈബിളിൽ ഈ ലേഖനം ക്രോഡീകരിച്ച് നമുക്ക് തന്നിരിക്കുന്നത്. അവർ നേരിട്ട ആദിമസഭയിൽ അവർ നേരിട്ട അതേ പ്രതിസന്ധി ഘട്ടങ്ങളെ നമുക്കും ജീവിതത്തിൽ നേരിടേണ്ടി വന്നേക്കാം. ആ സമയത്തൊക്കെയും ഈ സത്യവിശ്വാസത്തോടെ നിലനിൽക്കുവാൻ നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധാത്മാവെ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.